തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയ ആൾ മരിച്ചു. കേരള ബാങ്കിലെ ജീവനക്കാരനായ കൊല്ലം സ്വദേശി ഉല്ലാസാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. അപകടമുണ്ടാക്കിയ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. ആക്സിഡന്റ് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് പുള്ളി ഒരു 2 ബസ്സിന്റെ ഇടയിലായിപ്പോയി പുള്ളി. അങ്ങനെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് സൈഡിലോട്ട് എടുത്ത് നടത്തി ഫോർട്ട് സ്റ്റേഷന്റെ വണ്ടി വന്ന് ജീപ്പിൽ സാറ് കൊണ്ടുപോയി. പോയ വഴി 2 മണിക്കാണ്. 2 മണി ഉണ്ട്, സിഗ്നൽ ഉണ്ട്. അല്ല, 2 റൈറ്റിലോട്ട് പോകാനുള്ള ബസ്സായിരുന്നു. പുള്ളി സീബ്ര ക്രോസിംഗ് വരെയായിരുന്നു. അതെ, പുള്ളി റോഡ് ക്രോസ് ചെയ്ത്. ഞാനും നേരെ കണ്ടതാണ് സാറേ. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു. ടിക്കറ്റ് വെച്ചിട്ട് ഉണ്ടിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നു. നടന്നിട്ട് ഇങ്ങനെ വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ ആളെല്ലാം തുരിതാ ഓടുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഓടും. അപ്പൊ എന്തെന്ന് പറഞ്ഞ് നോക്കി പോരിച്ച് ചേട്ടനെ പൊക്കിക്കൊണ്ടൊന്ന് അവിടെ കിടത്തി. ഇതിപ്പോ കണ്ണിലും ഇതിലെല്ലാം കൂടെ. എന്നിട്ട് സിറ്റി ബസ്സുകാരെ ഇറങ്ങുന്നില്ല, പ്രൈവറ്റുകാരെ ഇറക്കി അവിടെ ഒതുക്കിയിട്ടിട്ട് അവരും കൂടെ ഒന്ന് സഹായിച്ച് എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ CSRനെ വിളിച്ച് വണ്ടി വിളിച്ച് CSR വന്ന് CSR ഞങ്ങൾ പറഞ്ഞ് സാറേ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ CSRന്റെ വണ്ടിയിലാണ് CSR കൊണ്ടുപോയത്. പിന്നീട് കുറച്ച് നേരത്തെ 3 മണിയായപ്പോൾ അറിയണം അവർ മരിച്ചത്. നമ്മളിത് കണ്ടുകൊണ്ട് സ്ഥിരം ഇവിടെ നടക്കുന്ന സംഭവമാണ്. ഇവിടെ അവിടെ നടക്കുന്ന സംഭവം സ്ഥിരം നടക്കുന്നതാണ്. ഇത് പോലീസിന്റെ അനർത്ഥം കൊണ്ട് നടക്കുന്നതാണ്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ ഒരു നേരം ആകുമ്പോൾ അവർ പോകണം. 24 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സംഭവിക്കത്തില്ല. എത്ര മരണം എന്താണ് പറ്റണത് ഈ 2 സൈഡും. അതാണ് പറയണത്. ഇന്ന് അവർക്ക് പറ്റും, നാളെ നമുക്ക് പറ്റൂലെന്ന് എന്തൊരു ഉറപ്പിരിക്കുന്നു. അതിനിവര് സമ്മതനം പറയുമോ? ഒന്നും സമ്മതനം പറയത്തില്ല. നമ്മളിവിടെ സ്ഥിരം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കച്ചവടം ചെയ്യുന്ന ഇരിക്കണോണ്ട് നമ്മൾ ഓരോ കാര്യം കണ്ട നമ്മൾ അപ്പോൾ തുറന്ന് പറയും. അത് KTC ബസ്സുകാരന്മാരെ അവർക്ക് സപ്പോർട്ട്. സിറ്റി ബസ്സല്ല, അവരെ ബസ്സല്ല. അപ്പൊ അതുകൊണ്ട് അവര് ഡ്യൂട്ടിക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സപ്പോർട്ട്. നമ്മൾ അതേ പറയുള്ളൂ. നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമുള്ളൂ. ഒരു ജീവൻ, എത്ര ജീവനാണ് ഇവിടെ നിന്ന് പോയത്? എത്ര ജീവൻ? ഒരു അമ്മച്ചിമാരെല്ലാം എത്ര എണ്ണം മരിച്ചു? എത്ര പേര് ഇവിടെ കടന്ന് ഈ വണ്ടി ഇടിച്ച് മരിച്ചു? ഇപ്പൊ ഒരു ചേട്ടൻ പോയി. ഇതെല്ലാം ഇവരെ കൂടെയാണ്. അവർക്ക് വേണ്ടി സപ്പോർട്ട്. ഒരിക്കൽ മണക്കാടുള്ള അമ്മച്ചി മരിച്ചപ്പോഴത്തേക്ക് അവരെ 2 എണ്ണത്തിന് കടത്തി വിട്ടോളഞ്ഞു ഈ KTC ബസ്സുകാർ. അത് ഇതേപോലെ വെളുപ്പിൽ അന്ന് എനിക്ക് മലക്കര കച്ചവടമായിരുന്നു. ആ സമയത്താണ് ഈ വെളുപ്പില് അന്ന് എന്തോ ഒരു ധൈര്യം എനിക്ക് തന്നു. പിന്നീട് അറിഞ്ഞ മണക്കാടുള്ള അമ്മച്ചത്. ഇതേപോലെ ആയിരുന്നു സംഭവം. എന്റെ പേര് ചെറിയാണ്, അതും കൂടെ ഓർത്തു. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ദാരുണാന്ത്യം ഇതെപ്പോഴാണ് സംഭവിച്ചത്? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണോ മരണമുണ്ടായത്? മരിച്ച ആളുടെ വിവരങ്ങൾ എന്താണ്? അപർണ, ഉച്ചയ്ക്ക് 1:30 കൂടിയായിരുന്നു അപകടം. ഞാനിപ്പോൾ നിൽക്കുന്ന കിഴക്കേക്കോട്ടയിലെ ഈ ബസ് സ്റ്റാൻഡിന് സമീപം ഇവിടെ ഒരു സീബ്ര ക്രോസിംഗ് കൂടിയുണ്ട്. സീബ്ര ക്രോസിംഗ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാവുന്ന ഒരു സ്ഥലം. ഇവിടെ ആളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം. ഇവിടെയാണ് 2 ബസ്സുകൾ, അതായത് ഒരു KSRTC ബസ്സും ഒരു സ്വകാര്യ ബസ്സും ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത്, അതായത് ഇവിടുന്ന് U-ടേൺ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി ഇവിടെ U-ടേൺ അനുവദിക്കുന്നുമുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ആളുകൾ ക്രോസ് ചെയ്ത് വരുന്നു. തൊട്ടടുത്ത് ഒരു ബസ് ഇവിടെ നിന്ന് വലത്തേക്ക് തിരിയാൻ ഒരു ഓട്ടോറിക്ഷ, അതിനോട് ചെറിയ സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്തോട് ഓട്ടോറിക്ഷ തിരിയാൻ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് ഈ സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകൾ. അങ്ങനെ എപ്പോഴും ഒരു അപകട മേഖല, ഏത് നിമിഷവും അപകടം ഉണ്ടാകാവുന്ന ഒരു പ്രദേശമാണ് ഈ കിഴക്കേക്കോട്ടയിലെ ഈ ബസ് സ്റ്റാൻഡ് പരിസരം. നമുക്കറിയാം, നേരത്തെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രദേശം കൂടിയാണ് കിഴക്കേക്കോട്ട. കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം ദുഃഖകരമായ വാർത്തകളൊന്നും ഇവിടെ നിന്ന് കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടി അത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നു. ഒരു KSFE-യുടെ ജീവനക്കാരനാണ് ഈ അപകടത്തിൽ പെട്ടത്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. അതായത് അദ്ദേഹം ഉല്ലാസ് മുഹമ്മദ്, കൊല്ലം സ്വദേശിയാണ്. കിഴക്കേക്കോട്ടയിലെ KSFE-യുടെ കേരള ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജറാണ്. ചാല പള്ളിയിൽ നിന്ന് ജുമാ നമസ്കാരങ്ങൾ തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നമുക്കറിയാം, ഏറ്റവും അപകടകരമായി വാഹനങ്ങൾ KSRTC ഡ്രൈവർമാരും അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഡ്രൈവർമാരും ഓടിക്കുന്ന പ്രദേശം കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം എത്ര സ്ഥലത്താണ് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. എവിടെ നിന്ന് തോന്നും പോലെ വന്ന് തോന്നും പോലെ ബസ്സുകൾ വളഞ്ഞു പോകുന്ന ഒരു പ്രദേശം. എവിടെ നിന്നും അവർക്ക് തിരിയാൻ അവകാശമുണ്ട് എന്ന രീതിയിലാണ് ബസ് ഡ്രൈവർമാർ ഇവിടെ പെരുമാറുന്നത്. ആളുകൾക്ക് കടന്നു പോകാൻ സ്ഥലമൊക്കെ സീബ്ര ക്രോസിംഗ് പോലെ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു വകയും വയ്ക്കാതെ ഓടിക്കുന്ന ബസ് ഡ്രൈവർമാർ ഏത് ഭാഗത്തേക്കും ഏത് സമയത്തും എപ്പോഴും ബസ് കടന്നു വരാവുന്ന ഒരു മേഖല. മറ്റൊരു സ്റ്റാൻഡിലും ഒരു ജില്ലയിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ദുഷ്പ്രവണത കൂടി നമുക്ക് ഈ
ഇവിടെ കാണാനാകും. നമുക്ക് ആ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പോകാം. ബസ്സുകൾ സാധാരണ ബസ് വേയിലൂടെ കടന്നു പോകണമെന്നാണ് നിയമം. പക്ഷേ അങ്ങനെ ബസ് വേയിലൂടെ അല്ല ഇവിടെ ഈ ബസ്സുകൾ ഈ സ്റ്റാൻഡിലേക്ക് വന്നാൽ തോന്നും പോലെ കടന്നു പോകുന്ന അവസ്ഥ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ബസ് ഒരു KSRTCയിലെ ഒരു ബസ്, ഇലക്ട്രിക് ബസ്സാണ്. അത് മെയിൻ റോഡിലൂടെ വന്ന് ഇടത്തേക്ക് കയറുന്നു. അവിടെ മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു, മറ്റു ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ നിന്നും വേണം മറ്റു ആളുകൾക്കും ഈ ബസ്സുകളിൽ കയറാൻ, ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ. അതിന്റെ മറുവശത്തെ ഒരു സ്വകാര്യ ബസ്സും അതും നിർത്തി ആളെ കയറ്റി പോകുന്നതാണ്. അങ്ങനെ 4 വശത്തു നിന്നും ബസ്സുകൾ കടന്നു വരുന്ന ഒരു മേഖലയായി ഇത് മാറുന്നു. എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബസ്സുകൾ തിരിഞ്ഞു വരാം. അത്യന്തം അപകടമുള്ള മേഖല ഇത്. ഇവിടെ ഇതാദ്യമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതാണ് അവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതിനിടയിലൂടെയൊക്കെ സ്വാഭാവികമായും ബസ്സിലേക്ക് കയറാൻ ഒരാൾ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. 2 ബസ്സുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഒരു KSRTCയുടെ കണ്ടക്ടർ തന്നെ ഇറങ്ങിപ്പോയത്. ആളുകൾക്ക് ഇറങ്ങണമെങ്കിലും അവിടെ തന്നെ ഇറങ്ങണം. ആ തൊട്ടടുത്തുള്ള ഈ ഫുട്പാത്തിലൂടെ അല്ലെങ്കിൽ ഈ സീബ്ര ക്രോസിംഗിലൂടെ ആളുകൾ കടന്നു പോകണം. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ ഉണ്ട് ആളുകൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു മേഖല. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ നിരന്തര അപകടങ്ങൾ 2022 അന്നത്തെ ഗതാഗത മന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മോട്ടോർ വെഹിക്കിളിന്റെ പ്രത്യേക യൂണിറ്റിനെ ഇവിടെ സജ്ജമാക്കും ഈ അപകടങ്ങൾ കുറയ്ക്കാൻ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയത് മാത്രമല്ല ഇവിടെ അപകടം ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഈ ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാൻ ഒരു ഡിവൈഡർ, താൽക്കാലിക ഡിവൈഡർ KSRTCയുടെ വച്ചിട്ടുണ്ട്. അത് ആ ഭാഗത്തൊന്നുണ്ട്. തൊട്ട് പിന്നാലെ നമ്മൾ നിൽക്കുന്നതിന് പിറകിലും ഒരു ഡിവൈഡർ ഉണ്ട്. അതിന്റെയൊക്കെ ആ ഡിവൈഡറിന്റെ സ്ഥാനമൊക്കെ ബസ്സുകൾ തട്ടി തന്നെ മാറിയിരിക്കുന്നു. വലിയ കമ്പികൾ ഈ റോഡിൽ, ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ച സ്ഥലത്ത് കമ്പികൾ ഇത്തരത്തിൽ ഇവിടെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇത് തട്ടിയാൽ തന്നെ ഒരാൾക്ക് മറിഞ്ഞു വീഴുന്ന അവസ്ഥ. വലിയ ശക്തിയുള്ള കമ്പികളാണ്. ഈ കമ്പികൾ തട്ടി അപകടം ഉണ്ടാകുന്ന പതിവാണ്. ഇങ്ങനെയാണ് ഇതൊരു ഡിവൈഡറായി ഇവിടെ വച്ചിരുന്നതാണ്. ബസ്സുകൾ ഇവിടെ വന്നും തിരിഞ്ഞു പോകാൻ ഡിവൈഡറുകൾ വച്ചിരുന്നതാണ്. അതിന്റെ സ്ഥാനമൊക്കെ മാറി അതിപ്പോൾ നടു റോഡിലേക്ക് ഏറെക്കുറെ മാറിയിരിക്കുന്നു. ഇങ്ങനെ ഇത്രയും അശാസ്ത്രീയമായ ഒരു ഗതാഗത സംവിധാനമുള്ള സ്ഥലം ഒരുപക്ഷെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകില്ല. ആ രീതിയിലാണ് അപകടം. നമ്മൾ നിൽക്കുന്നിടത്തിന് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വന്നു കയറാം. എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വന്നു കയറാം. ആളുകൾ ഇതിനിടയിലൂടെ സീബ്ര ക്രോസിലൂടെ ക്രോസ് ചെയ്യണം. ഇവിടെ ഇന്ന് ഈ അപകടം ഉണ്ടാകുമ്പോൾ ലൈറ്റുകൾ പ്രവർത്തിച്ചെന്നാണ് പറയുന്നത്. ഈ ബസ് സാധാരണഗതി ഇത്തരം ബസ്സുകളൊക്കെ ബസ് വേയിലൂടെ പോയി ബസ് വേ പിന്നിട്ട് വേണം മെയിൻ റോഡിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇവിടെ അവരുടെ സൗകര്യത്തിന് വേണ്ടി തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് KSRTCയുടെ സ്വിഫ്റ്റ് ഒരു സർക്കുലർ ബസ്സാണ്. ആ ബസ്സും ഇത്തരത്തിൽ തന്നെ തോന്നും പോലെ വരുന്നു. തോന്നുന്ന വഴിയിലൂടെ പോകുന്ന ഒരു അവസ്ഥ. ഇവിടെ നിന്ന് കുറച്ചുകൂടി ബസ്സുകളുടെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് മറ്റു ഭാഗത്തേക്കും കാണിക്കാനാകും. എങ്ങനെയാണ് ബസ്സുകൾ ഇവിടേക്ക് കയറി വരുന്നത്, എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്ന കാര്യത്തിലൊക്കെ തോന്നും പോലെ വരുന്നു, തോന്നും പോലെ പാർക്ക് ചെയ്യുന്നു. അതിനിടയിലൂടെ ആളുകൾ ക്രോസ് ചെയ്ത് പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥ. ജീവൻ തിരിച്ചു കിട്ടുന്നവർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് മടങ്ങിപ്പോകുന്നവർക്ക് ജീവനോടെ പോകുന്നെങ്കിൽ അത് അവരുടെ ഭാഗ്യമെന്ന് മാത്രം കരുതാൻ കഴിയൂ. ഇതിന് തൊട്ട് പിന്നിൽ തന്നെ സീബ്ര ക്രോസിംഗ് ഉണ്ട്. അതുവഴി ആളുകൾ വരും. അതിലൂടെ തന്നെ ബസ്സുകളും കടന്നു പോകും. അവിടെ ആളുകൾക്ക് കടന്നു പോകാൻ ഒരു സംവിധാനം കൃത്യമായി ഒരുക്കിയിട്ടില്ല. ഒരുക്കിയാൽ തന്നെയും അത് ഈ ബസ് ഡ്രൈവർമാരും ഒന്നും അത് അംഗീകരിക്കുകയുമില്ല. തോന്നും പോലെ തന്നെയാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത്. ഈ ബസ് ഇപ്പോൾ ബസ് വേയിലൂടെ പോകുന്നു. ഇത് ഒരുപക്ഷെ മറ്റു ബസ്സിന്റെ പുറകിലൂടെയാണ് ആ ബസ് പോയ ശേഷം ഈ ബസ് വേയുടെ അവസാനത്തിലൂടെ പുറത്തു പോകേണ്ട ബസ്സാണ്. സാധാരണഗതി ആ ബസ്സുകൾ അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പതിവാണ് ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു വശത്തുകൂടി ബസ് വരുമ്പോൾ മറുവശത്തുകൂടി അത് അതേ ഭാഗത്തു കൂടി തന്നെ തിരിച്ചിറങ്ങി പോകുന്നു. അതിനിടയിൽ വേണം ആളുകൾ ജീവൻ പണയം വെച്ചെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ടത്. റൈറ്റ് അരുൺ, ഞാൻ തിരികെ എത്താം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോഴും അതേ അവസ്ഥ തന്നെ തുടരുന്നു. അപ്പോഴും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പലരും റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണ്. ബസ്സുകൾ സ്വന്തമായി വാഹനം ഓടിക്കുന്നവരാണെങ്കിലും ബസ് യാത്രക്കാരാണെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നവരാണെങ്കിലുമെല്ലാം ഈ തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ബസ്സുകൾക്കിടയിൽ കടന്നുകൊണ്ട് വേണം സഞ്ചരിക്കാൻ എന്നുള്ളത്. ഇത് കിഴക്കേക്കോട്ടയിൽ ഇങ്ങനെ നിരന്തരം അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ 2022 അന്നത്തെ ഗതാഗത മന്ത്രി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റിന്റെ യൂണിറ്റ് കിഴക്കേക്കോട്ടയിൽ ആരംഭിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ആ വാക്കുകൾ ഒന്ന് കേൾക്കാം, നോക്കാം എന്തായി ആ പ്രഖ്യാപനം എന്നുള്ളത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ ഒരു യൂണിറ്റ് ഇനി മുതൽ കിഴക്കേക്കോട്ടയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവരുടെ കർശനമായ മേൽനോട്ടത്തിൽ ആ എൻഫോഴ്സ്മെന്റ് വിങ് ഈ സമയക്ലിപ്തത പാലിക്കുന്നുണ്ടോ, വണ്ടികൾ ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ടോ, പിന്നെ അവിടെ നിന്ന് തന്നെയാണോ പുറപ്പെടുന്നത്, ഇതെല്ലാം കർശനമായി നിരീക്ഷിക്കും. കിഴക്കേക്കോട്ടയിൽ അനധികൃതമായ അത്തരം വാഹനങ്ങളുടെ പാർക്കിംഗ് കർശനമായി നിരോധിക്കും. ജനുവരി 5 മുതൽ വളരെ കർശനമായ പരിശോധന